ലാലേട്ടൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാ നമ്മൾ അറിയാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇത് വെള്ളം ഇപ്പനെ പറ്റിയതാ അല്ല ഇപ്പനില്ല. കുറേശ്ശെ കുറേശ്ശെ അല്ലെങ്കിൽ ആ ഉള്ളി മുഴുവൻ തെറിച്ചു പോവും. പരിപാടി കണ്ടോ ചേട്ടന്റെ കവളത്തൊക്കെ കൊതിക്ക് അടിക്കാൻ തോന്നിട്ട് പാടില്ല. ഇതുവരെ ചെയ്യാത്തൊരു പാചകം നല്ല ഇതുണ്ട് കേട്ടോ. ലാലേട്ടന്റെ ക്യാരക്ടർ മരിക്കണ സിനിമകളില്ലേ, അത് ഞാൻ കാണാറില്ല, ഇപ്പോഴും കാണാറില്ല. ആ പാട്ട് കേട്ടാൽ ഞാൻ ഇപ്പോഴും കരയും. മമ്മൂട്ടി ടൈമിൽ ഡൗൺ ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ ന്യൂഡൽഹി സിനിമ ഇറങ്ങിയപ്പോഴാണ് പിന്നെ മമ്മൂട്ടി കയറിയത്. ദീപറ്റങ്ങൾ കളിക്കുന്നതും ഇവറ്റങ്ങളെ പിന്നോടെ നമ്മൾ നിരീക്ഷിച്ച് നടന്നാൽ മതി. നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. എന്തിട്ടായാലും ഉപ്പ് നോക്കും. ഇത് തട്ടുകടലായി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സൂപ്പർ സ്റ്റാർ പാചകമാണ് ചെയ്യുന്നത്. 2 കൊല്ലം മുമ്പ് നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ ആള് ഒരു പാചകം ഒരു ചിക്കൻ റെസിപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. 10-15 ലക്ഷത്തിന് മീതെ പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴാണ് ആളുകൾ അത് പരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മളത് ചെയ്തിട്ട് മോശം നമുക്കത് അല്ല, നമ്മളിപ്പോഴല്ലേ കാണുന്നത്. ഞാനിപ്പോഴാണ് കാണുന്നത്. അത് മനോരമയുടെ ഇതിൽ വന്നു ആ റെസിപ്പി പത്രത്തില്, മനോരമ പേപ്പറിൽ വന്നു. അപ്പോഴാണ് ചേട്ടൻ ഇത് സാധനം ഉണ്ടായിരുന്നു നോക്കിയേ. കുറെ പേര് റീൽസുകളൊക്കെ ഉണ്ടെന്നുണ്ട്. ഇതിന്റെ ആള് ഹെൽത്തി ചിക്കൻ ആണല്ലേ, ഹെൽത്തി എന്നല്ല പറഞ്ഞ ഹെൽത്തി ചിക്കൻ. അപ്പൊ നമുക്കത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. പറഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് അതിന് വേണ്ടിട്ട് അതിലത്തെ കോഴിയുടെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ടാണ്. ഒക്കെ എല്ലില്ലാത്താണ് ഞാൻ കൂടുതൽ എടുത്തോണ്ട്. കണ്ട ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഒരു 3/4 കിലോന്റെ അടുത്തുണ്ട് ഇത്. പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, ചതയ്ക്കാനുള്ള സാധനങ്ങൾ കേട്ടാ. വേപ്പില, പിന്നെ ഒന്ന് പറഞ്ഞത് ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അറിയാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇതാണ് കൊപ്ര എടുത്തോണ്ട് ചേട്ടൻ നാളികേരത്തിന് വരാം. നാളികേരത്തിൽ വെള്ളം പറ്റിയതാണ്. ഇത് മതി, ഇത് ചൂടും. ഞാനിത് ഉണ്ടാക്കല്ലോ. ഇതിലത്തെ വെള്ളം പറ്റിയതണ്ടീ. ഇത് വെള്ളം ഇപ്പനെ പറ്റിയതാ അല്ല ഇപ്പനില്ല. ഇത് ഈ നാളികേരം വേണം ചേട്ടാ. കൊപ്രയാകുമ്പോ ടേസ്റ്റ് മാറില്ലേ. ഒരു ചുക്കൂല. ഇത് കൊപ്രാട്ടാ. അതെടുത്തിട്ടുണ്ട്. കൊപ്രല്ലാട്ട് എടുക്കണ്ട, നിങ്ങൾ ചെയ്യുമ്പോ ഇത് നാളികേരം എടുത്തോളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ പറഞ്ഞു ചേട്ടത് ചുട്ടേ. അത് നമ്മുടെ ഗ്യാസുമേ ചൂടാ ഇങ്ങനെ കരിപ്പിക്കല ചൂടാന്ന് പറയാം. നമുക്ക് അടുപ്പിൽ എവിടെ ഗൺ വേണ്ട. ചേട്ടൻ വെപ്രാളല്ലാണ്ട് സാധാരണ പോലെ ചെയ്യട്ടാ. ശരി. ഇത് നാളികേരാണ്. ഇവർക്ക് പറഞ്ഞ മനസ്സിലായ കടി വാങ്ങിക്കണ്ട ജഗ്ഗോ വെറുതെ അതിന്റെ അവരെ അഴിച്ചിട്ടോക്കാ. കൊപ്രയല്ലേ? കൊപ്രയാ. കഴിഞ്ഞ ഇട്ട നാളികേരാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം പറ്റിയതാണ്. വെള്ളം പറ്റിയിട്ട് ചേട്ടൻ ഇങ്ങനെ തട്ടിപ്പളത്തേക്ക് അതിങ്ങനെ ചിരട്ടാനൊന്നും പോകുന്നില്ലേ? കൊപ്രയതുകൊണ്ടല്ലേ പോന്നത്. അതിന്ന് വെളിച്ചെണ്ണ വരുന്നുണ്ടാ ആക്കുമ്പോഴത്തേക്ക് കത്തിപ്പിടിഞ്ഞു. അത് തീ കത്തിപ്പിടിഞ്ഞു. കൊപ്രയല്ലേ അത് കാരണം കണ്ടാ തീ. അതെ, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്ന് വെളിച്ചെണ്ണയൊക്കെ വരും പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. വീഡിയോ എണ്ണയൊക്കെ തരുന്നു നാളികേരത്തിന്. നോക്കി നോക്കാം, ചിലപ്പോ ഇത് ടേസ്റ്റ് ഉണ്ടാവായിരിക്കും. ടേസ്റ്റ് ഇല്ലെങ്കിൽ പറയാട്ടാ. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പൊ അത് കത്തി പിടിക്കാ. ഉള്ളു കത്തിരിക്കാ. ചുട്ട തേങ്ങയാണ് വേണ്ടത് കേട്ടാ. കരിഞ്ഞത് അങ്ങനെയാ. അതിൽ കണ്ടത് ഞാൻ കരിഞ്ഞത് എങ്ങനെയാ. ഇതാ ചുട്ടുണ്ട് കേട്ടാ. ചുട്ടുണ്ട്. ഒരെണ്ണം ചുട്ടണ ഒരു പീസ് അതിലെടുത്തിട്ടുള്ളൂ. ഒരു പീസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് 2 പീസ് എടുക്കാം. നമ്മൾ നാളികേരം കൂടുതൽ അല്ല, കോഴിത്തിന് കൂടുതലേ. അത് 1/2 കിലോനെടുത്തേ. ഇങ്ങനെയൊക്കെ ചേട്ടാ, ഇങ്ങനെയൊക്കെ അതന്നെ. അട്ടാ സ്ലോ മോഷനിൽ എടുക്കുക. ക്യാമറയിലേക്ക് ആക്കിയാൽ മതിട്ടാ. നമുക്ക് ചതക്കാൻ കൊണ്ടുപോകാം. അയ്യോ, എന്നെ തട്ടിയിടായിരിക്കോ? അമ്മീമിലാണ് ചതക്കുന്നത്. അയ്യോ, എന്തുട്ട് ചെയ്യണ ജഗ്ഗു? അതിനെടുത്തിട്ട് എറിഞ്ഞത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ചതച്ചെടുക്കാം. ഇതൊക്കെ ചതക്കണം. വേപ്പിന്റെ ഇല അടക്കം ചതക്കണം.
മറ്റേ സാധനത്തിലിട്ട് കുത്തി ചതച്ചാൽ മതി. പക്ഷെ നമുക്ക് അമ്മീമ ചതക്കാമല്ലോ, അപ്പൊ വേഗം കഴിയും. കുത്തി ചതക്കാൻ കുറച്ച് സമയം പിടിക്കും. അമ്മീരെ വഴിക്ക് വേഗം പോവാം. ഒരു മഴയുടെ ലക്ഷണം ഇടൊന്നും ഓടേണ്ട വരുന്നതുകൊണ്ട് മഴക്കാരായി. ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായി. ഇതിലേക്ക് മല്ലിയലും പുതിനൊന്നും വേണ്ട. ഏയ് കുഴപ്പമില്ല. എന്താ പോയാ? ഒന്നും പോയില്ല. അങ്ങനെ വീണ്ടും നമ്മൾ അമ്മീര അവിടേക്ക് വരികയാണ് സുഹൃത്തുക്കളെ. അമ്മീര അവിടേക്ക് വരികയാണ്. അതെ, അമ്മി കഴുകി. അതിൽ മോഹൻലാലാണ് എല്ലാം ചതക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചതക്കണില്ല. പെണ്ണുങ്ങൾക്ക് കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഇഞ്ചി ചതക്കുന്നു. ഇഞ്ചി ചതച്ചു. ചുമന്നുള്ളി വെളുത്തുള്ളി ആക്കി. വെളുത്തുള്ളി ചതച്ചു. മാത്രം മതി ചേട്ടൻ. ഞാൻ അവിടെ പോയാലോ? കൊതുക് എന്നെ പൊതിയുന്നു. പച്ചമുളക് ചതയ്ക്കാം. ചേട്ടാ ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് എനിക്കറിയാം. മാർക്ക് നമ്മുടെ ഈ മേച്ചേരിയിലെ കിണർന്ന് അറിഞ്ഞൂട്ടാ. 2 മഴ പെയ്തപ്പോഴേക്കും നോക്കിക്കേ വെള്ളം കാണണ്ടോന്ന്. പച്ചമുളക് ചാച്ചി കഴിഞ്ഞൂട്ടാ. നിങ്ങൾ കിണർ നോക്കല്ലേ. വേപ്പില കഴുകിയതാ. പിന്നെ എന്തിനു വെള്ളം? ഞാൻ അതിലേക്ക് ഇട്ടത്. അത് നിലത്ത് മുട്ടണ്ടാച്ചിട്ടാ പ്ലേറ്റ് വയ്ക്കുമ്പോഴേ. ഇനി ഉള്ളി ചതയ്ക്കാം. ഉള്ളി ചതയ്ക്കാൻ പറ്റില്ല സ്ഥലത്ത് എങ്ങനെ വെറുതെ കുറേശ്ശെ അല്ലെങ്കിൽ ആ ഉള്ളി മുഴുവൻ തെറിച്ചു പോവും. അതിനാണ് എൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നത്. കണ്ടോ ഇങ്ങനത്തെ പരിപാടി കണ്ടോ. ഉള്ളി അമ്മിലാറെ സുഖ. മറ്റേ ഇട്ടിട്ട് ചായക്കണേ എന്തോരം സമയം പിടിക്കില്ല. എത്ര കൊതുവിനെ ഞാൻ കൊല്ലണു. 4 സ്റ്റെപ്പ് ഇട്. ഇവിടെ ഡാൻസ് കളിച്ചാൽ മതി. ഇനി ചതക്കി. ഇനി കുത്തനെ പിടിച്ച് ചതക്കി. ഇവിടെ ചതയുള്ളൂ. ഇവിടെ എത്ര കൊതുക് പോലെ. ഉള്ളി ഇനിയോണ്ട് ചതയ്ക്കാൻ പകുതിയായിട്ടല്ലോ. സരിതാ കൊപ്പറന്ന് കഷ്ണങ്ങളാക്കി പീസുകളാക്കി. അത് ചതയ്ക്കുമ്പോൾ കഷ്ണങ്ങളായുള്ളൂ. ഉള്ളിയുടെ 2ാം ഘട്ട ചതയ്ക്കുന്നു. തെറിക്കാണ്ടിരിക്കാൻ ഞാൻ കൈ വെച്ചോണ്ടിട്ട് അങ്ങനെ. ചേട്ടൻ്റെ പാൻറ്റ് മെലിക്കൊക്കെ തെറിക്കുന്നുണ്ട്. ഈ കൊപ്രയും ചാച്ച് കൊപ്രയും വേപ്പിലും ചാച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇത്രക്ക് ചതഞ്ഞാൽ മതിയാ? അത് മതി. ചേട്ടൻ്റെ കൈമലൊക്കെ കൊതുകിരിക്കണ നോക്കിയേ. ചേട്ടാ അറിയണില്ലേ കടിക്കണത്? അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചതക്കിൽ നടക്കില്ല. ആത്മാർത്ഥതയുടെ നിറകൂടം. അയ്യോ എൻ്റെ മനപ്പൂർവ്വം അടിക്കായിരുന്നു നല്ലത്. അല്ല 2 കൊതു ഒരേ സമയം. ഇപ്പൊ 3 വന്നു. 4 കുത്തി ചായക്കുന്നു. അടിപൊളിയാവട്ടെ സാധനം കൂട്ടാൻ. വേദന എടുത്തു ചേട്ടാ? ഇല്ല, ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കാന്ന് മാത്രം. ചതച്ചിട്ടങ്ങനെ കഴിഞ്ഞു. ദേ പോണു. ഇവിടെ എന്താ കൊതുകൾ ആയിരകളിന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ കൊപ്പ കൊണ്ട് എടുക്കാല്ലേ? കൂടുതൽ എടുക്കാല്ലേ? കുഴപ്പമില്ലല്ലേ? ഞാൻ നോക്കിയോട്ടെ. എങ്ങനെ നോക്കട്ടെ. അടിപൊളി. മൂക്കത്തൊക്കെ കടിക്കണ കൊതു. ചെറുചേട്ടൻ മറ്റേ ഇവിടേക്ക് വന്നത് കണ്ടില്ലേ? അല്ല ചേട്ടൻ്റെ ചക്ക വരട്ടൻ്റെ അവിടേക്ക് വന്നത് ശരിക്കും ഒരു ഏലിയൻ വരുന്ന പോലെ. ഇവിടെ 2 ഇതുണ്ട്. ആൻറ്റിനും കൂടി ഉണ്ടായാൽ മതി തലയിൽ. അതുപോലെ ചെറുചേട്ടൻ്റെ തലയിൽ മറ്റേ എപ്പോഴും മുട്ടടിക്കണ കാരണമുണ്ടേ തലയിൽ വരെയാണ് കൊതു കടിക്കണത്. കാരണം ആകെ മൂടിയിട്ടുള്ള സാധനം. കഴിഞ്ഞു. വെള്ളത്തിൽ നിർത്താം. ഞാൻ കൈ എഴുതാം. എൻ്റെ കയ്യിലപ്പടി ചോരയാ. നാളെ ചാക്കിൽ കഴിഞ്ഞു. വെച്ചേ ചേട്ടൻ്റെ കവളത്തൊക്കെ കൊതുക് അടിക്കാൻ തോന്നിട്ട് പാടില്ല. അടിച്ചോ? കിട്ടുന്ന ചാൻസ് കളയാൻ പാടില്ല. അയ്യോ വീണാനെ. പതുക്കെ അടിക്കുള്ളൂ. പതുക്കെ വേനെടുത്തില്ലല്ലോ. വേപ്പില് അരയ്ക്കാൻ പറ്റില്ല. ചതയ്ക്കാൻ കൈ എഴുതട്ടെ. വേപ്പില കഴിക്കൽ കഴിഞ്ഞു. ഈ വേഗം മഴ തന്നെ നമുക്ക് ഇത് കഴിക്കണം. മഴക്കാരാണോ അത്? അവിടെ ഒരു കാര്യം പൊങ്ങിയിട്ടുമുണ്ട്. മഴക്കാരല്ല. സരിത കഴിയണം. ഞാൻ കഴിയണം. ഞാൻ കഴുകിയോളാം. ഒക്കെ കഴിഞ്ഞുട്ടാ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിക്കോ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഈ സാധനമാണ് അടുപ്പത്ത് വയ്ക്കുന്നത്. കടായി വെച്ചു. അപ്പോൾ നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ അരിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മള് മോഹൻലാൽ പാചകം ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ബോയിങ് എന്താ ഓർമ്മ വരുന്നത്? ബോയിങ് കോഴി മുകേഷ് എക്സസൈസ് ചെയ്യുമ്പോഴാണല്ലോ മോഹൻലാൽ ഇപ്പുറത്തെ റൂമില് കോഴിയുടെ ചിക്കൻ റോസ്റ്റ് എന്നിട്ട് അന്ന് എനിക്ക് ഓർമ്മയില്ല. ആ വീഡിയോയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. കടുക് ഇട്ടിട്ടാണ് ഇത് വയ്ക്കുന്നത്. നമ്മൾ പിന്നെ 4 നാള് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ജയശ്രീ പറഞ്ഞിട്ടുള്ള ചിക്കൻ കറി വെച്ചു. അതിൽ കടുകാണ് ആദ്യം പൊട്ടിക്കുന്നത് അല്ലേ? ഇതിലും കടുകാണ്. എനിക്ക് ശരീരം കടുക് ഇഷ്ടമില്ലാത്ത, പക്ഷേ ആ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകണു. വെളിച്ചെണ്ണ ചൂടായിരുന്നോണ്ടല്ലേ. അപ്പോൾ ഒരു 100 കൊതുകിനെ കടിച്ചിട്ടുണ്ടാവില്ലേ? 3-4 ചേട്ടനെ കടിച്ചിട്ടുള്ളൂ. അതിനൊക്കെ ഞാൻ അടിച്ചു കൊന്നു. ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് ഇട്ടു കേട്ടോ. സിനിമാ നടന്മാരിൽ പാചകമായിട്ട് ഭയങ്കരമായിട്ടുള്ള പാചകക്കാരനാരെന്നറിയോ? ജനാർദ്ദനൻ. ജനാർദ്ദനൻ ഭയങ്കര പാചകപ്പാണ്. പാചകപ്പല്ല, ഭയങ്കര പാചകമാണ്. ആദ്യം കടുക് പൊട്ടി കഴിഞ്ഞ് ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടാ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഉള്ളി ഇതെല്ലാം ഇതിലേക്ക് ഇടാൻ പോകണം കേട്ടാ. ഉള്ളിയും ഇടണം, ചതച്ച് വെച്ച ഉള്ളി. നാളികേരം ചതച്ചത് ഇപ്പിയേക്കണില്ല. അപ്പോൾ നമ്മൾ ഇതിലേ എന്തോരം വാടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കുറച്ച് വാടിക്കോട്ടെ. വാടണം. ഈ മനോരമയുടെ ഇതിൽ കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കുരുമുളക് പൊടി ഇല്ല. പക്ഷേ മോഹൻലാൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആര് പറയുന്നത് ശരി? മോഹൻലാൽ പറഞ്ഞത് ശരി. അതല്ലേ ശരി. അപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്നെ കുരുമുളക് പൊടി ചേർക്കില്ല. നമ്മൾ ഇതിലാണെങ്കിൽ മുളക് പൊടി ഇല്ല അല്ലേ? ഇത് കുറ്റിപ്പൊടി മുളക് അല്ല, പാത്രം മാറ്റി അല്ല, ഈ ചട്ടകം അല്ല, എന്തെങ്കിലും ഒരു ഈ സാധനം മാറ്റി തീരുമാനത്തിലെത്താം ആദ്യം. എവിടെയാ അങ്ങോട്ടൊക്കെ രണ്ടുപേരും പോയി. ചാർലി, പേളി, അവറ്റങ്ങൾ എവിടേക്കേലും പൊക്കോട്ടെ ചേട്ടാ. ഇവിടെ വന്ന് ഇനി മെക്കിട്ട് കയറാൻ വരും. പറഞ്ഞു വാ. ചാർലി ഒന്നും പേളീനെ കണ്ടില്ല. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തിന്നങ്ങോട്ട് ചോദിച്ചിട്ട് ഓടി വന്നത്. ലോറിയും കാമറയും ഒക്കെ വന്നു. പട്ടി ഇപ്പോഴും പറഞ്ഞു വന്നു. പട്ടി ചന്തയ്ക്ക് വന്ന പോലെ വന്നു. പട്ടി ചന്തയ്ക്ക് പോലെ അങ്ങനെ ചെയ്യരുത്. അവറ്റങ്ങളെ വിളിച്ച് വന്ന് ഞാൻ എന്തേലും കൊടുക്കണം. അല്ലെ പിന്നെ വിളിച്ചാ വരാണ്ടാവും. ആരാ പറഞ്ഞത്? അവർ വരും. ആയില്ല, ഏകദേശം ആയില്ല. അത്ര മതി തോന്നുന്നു. നീ ഓരോന്നിട്ട് ഇതല്ലേ ഇടണ്ടേ? അതല്ല, അത് ഇത് കഴിഞ്ഞിട്ട് ആദ്യം മുളക് ഇത് വെച്ച് കുത്തിപ്പൊടി മുളക് ഇടുന്നു. അതിട്ടാ മതി. അത് മതി, കുറച്ച് മതി കേട്ടോ. കുത്തിപ്പൊടി മുളക്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ചേ വേണ്ടോ? ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇത്തിരി. ഇതൊന്നും ഇടണത് ശരിക്കും അങ്ങോട്ട് കാണിക്കണില്ലേ ക്യാമറ? നമ്മുടെ ഒരു ഐഡിയ അല്ല, അതിൽ കാണിക്കില്ലേന്ന് പറയാം. ഇനി കുരുമുളക് പൊടിയില്ലേ, കുരുമുളക് പൊടി ഇത്തിരി കൂടുതലിട്. കുരുമുളക് പൊടി ഇടണം കേട്ടോ. നീ കേട്ടോ, പേടിക്കണ്ട. എരിവ് വേണ്ടായിരിക്കും. കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. ഇനി ഇത് മൂത്ത് കഴിഞ്ഞില്ലെങ്കിൽ അപ്പ തട്ടണം ഈ സാധനം. ഏത് ഈ കരിഞ്ഞതിലുണ്ട്. മോഹൻലാല് ആക്കണ മറ്റേ സാധനത്തിന്റെ മൂട് മുഴുവൻ കരിഞ്ഞതാ. ഏത് കൊപ്രാര എന്റെ തുമ്പല് കണ്ടപ്പോ ലോറ പേടിച്ചോടി. മൂത്തു ഇരിക്കുന്നു കേട്ടോ. കൊപ്ര രസം ഉണ്ടാവും. അപാരമായ കൂട്ടായിട്ടാ. ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം. ലാലേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ. ഇത് ബെസ്റ്റ് സാധനമായി. കുറച്ച് സമയം ആവട്ടെ ആയിട്ട് മതി. ഇതിന്റെ മണം കേട്ട് ചാർലി പോലും ഇവിടെ വന്ന് നിൽക്കണം. കണ്ട, ചാർലി വന്ന് നിൽക്കണ്ട. അതിന് മണം ചിക്കൻ ഇട്ടിട്ടില്ലേ, അപ്പോഴേക്ക് തന്നെ മണം ഗംഭീരമായി. കടിക്കാൻ നോക്കണം. പല്ലിങ്ങനെ ആക്കില്ല ചേട്ടാ, വെറുതെ ഇങ്ങനെ നമ്മുടെ കൈ മേടിക്കണം. പിന്നെ ഊഞ്ഞു തരാത്തതേ. പിന്നെ ഞാൻ കൈ സോപ്പിട്ട് എഴുതാൻ പോണം. അത് കാരണം കൊണ്ട് അവിടെ നിൽക്ക്. മേല് കയറരുത്. നോക്കിയേ, ഇതുവരെ ചെയ്യാത്തൊരു പാചകമായില്ല. ഇതുവരെ ചെയ്യാത്തൊരു പാചകമായി. നല്ല ഇതുണ്ട് കേട്ടോ. എന്തായാലും ഇത് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, ഒരു സംശയമില്ല കേട്ടോ.
ഇത് വെറുതെ പറക്കി പറക്കി തിന്നാൻ ടച്ച് സാധനത്തിന് നമ്മള് അല്ല ഇതിന് ചിക്കൻ അല്ല ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ലേ അതിൽ ചിക്കൻ കറി മോഹൻലാലുണ്ടാക്കി ചിക്കൻ കറി അപ്പൊ കുപ്പി വേണമെന്ന് കുപ്പികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇടാ ആയിണ്ട് ഇതേ ഇത് മൂത്ത് വന്നു കേട്ടാ ചേട്ടാ തീ കുറയ്ക്കാന്നോ കരിയണ പോലെ ചിക്കൻ കേട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വെള്ളം ഒഴിക്കരുത് കേട്ടാ വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല ഞാടാ മറക്ക് ചിക്കൻ കൂടുതൽ എല്ലില്ലാത്തതാണ് നമ്മൾ എടുക്കുക തോന്നുന്നു കേട്ടോ ഉപ്പിട്ടിട്ടില്ല ചേട്ടാ ഉപ്പിടണം ഇളക്കി കഴിഞ്ഞിട്ട് ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഇളക്കിയാൽ കുഴപ്പം ഉപ്പിട്ടോ ഉപ്പിടുന്നു കേട്ടാ തിരുവിട്ടോ സ്വല്പം ഉപ്പ് ഇടുന്നുണ്ട് അതിൻ്റെ പകുതി കേട്ടോ മതി സാധനേ സൂപ്പറായിട്ടുണ്ട് സാധനം ഒരു സംശയം വേണ്ടത് ഇത് മൂടി വെച്ചിരിക്കണം ഇനി മൂടിയിരിക്കണം ഇനി ഇത് നമുക്ക് മൂടിയിരിക്കാം തീ ഏകദേശം ഒരു മീഡിയം ലെവലിൽ മതി നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ആ ചുട്ട നാളികേരത്തിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണ അതൊക്കെ കൂടി ആ എണ്ണമയവും പിന്നെ ചിക്കലിൻ്റെ വെള്ളവും ഒക്കെ ചേർന്ന് വെന്തോളും എന്നാണ് ആൾ പറയുന്നത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി പതവാടിയെ പിടിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ചോന്നും പറഞ്ഞു ചിലപ്പോൾ മൺചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ അടിയെ പിടിക്കും ഇതില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചോളാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ആൾ ചെയ്യണേ അതാവട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിങ്ങനെയാണ് ആൾ മോഹൻലാൽ വെയിറ്റ് ചെയ്യാം ഇതിങ്ങനെ ഞാൻ ലാലേട്ടൻ്റെ ഒരു കട്ട ഫാനായിരുന്നു ഇപ്പോഴും ആണ് പക്ഷെ പണ്ടത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമ ഇറങ്ങിയ കൊല്ലായതായിരുന്നു ചേട്ടാ 1987 87 എനിക്ക് അത്രയ്ക്ക് വയസ്സില്ല കാരണം തിയേറ്ററിൽ നിന്ന് ഞാൻ പോരാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു ആള് ലാസ്റ്റ് ടൈമിൽ മരിക്കുമല്ലോ വിളിച്ചിട്ട് എണീക്കില്ലല്ലോ അപ്പോൾ ആള് ലാലേട്ടൻ്റെ ക്യാരക്ടർ മരിക്കണ സിനിമകളില്ലേ അത് ഞാൻ കാണാറില്ല ഇപ്പോഴും കാണാറില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കമലദളം കാണില്ല ഭരതം കാണില്ല ഭരതത്തില് മോഹൻലാൽ മരിക്കണില്ല എന്നാൽ പോലും കൊറേ വിഷമങ്ങൾ അനുഭവിക്കണ കാണുമ്പോഴേ അയ്യോ സതയൊന്നും ഞാൻ തീരെ ഒരൊറ്റ വട്ടം തന്നെ അതൊക്കെ കണ്ടിട്ടുള്ളൂ കുറെ സിനിമകളുണ്ട് ചിത്രം സിനിമയുടെ സോമന്റെ ക്യാരക്ടർ വരണ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കാണാൻ അതുപോലെ നാടോടിക്കാറ്റ് സിനിമ നല്ല ഇഷ്ടമാണെങ്കിൽ പോലും അതിലൊരു ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഭാഗമില്ല അത് കാണാൻ ഇഷ്ടമില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ വിഷമിക്കരുത് കിരീടം കാണില്ല കുറെ സിനിമകളുണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാ സിനിമയിലത്തെ പാട്ടില്ലേ ഉണ്ണികളെ ആ പാട്ട് കേട്ടാൽ ഞാൻ ഇപ്പോഴും കരയും അന്ന് പിന്നെ സ്കൂളിലൊക്കെ ഭയങ്കര വഴക്ക് നടക്കും മോഹൻലാൽ പക്ഷക്കാരും മമ്മൂട്ടി പക്ഷക്കാരായിട്ട് അത് ഇവിടെ സ്വർണ്ണപ്പണി സ്ഥലത്ത് ഭയങ്കര തർക്കല്ല അപ്പോ മമ്മൂട്ടിയെ ആ സ്ഥലത്ത് ഇഷ്ടമല്ല പക്ഷെ എന്താ പറയാ അല്ലല്ല നമ്മളേ ഈ തർക്കിക്കണേന്റെ ഇതിലേ ആളുടെ നല്ല വശങ്ങളൊന്നും കാണില്ല ആളുടെ നല്ല സിനിമകള് അത് നല്ലത് നമ്മൾ നല്ലതെന്ന് പറയണല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളായാലും എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത അതൊന്നും അറിയില്ല അതങ്ങനെ ഒരു ഇതായി പക്ഷെ നമ്മള് വളർന്ന് നമ്മളുടെ ഒരു പ്രായം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായപ്പോഴാണ് ആളുടെ സിനിമകൾ നമ്മൾ ആസ്വദിച്ച് കാണാൻ തുടങ്ങിയത് മമ്മൂട്ടിയുടെ സിനിമകൾ മോഹൻലാലിന്റെ മിക്കവാറും എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയിട്ട് അച്ഛൻ കാണിക്കും അച്ഛനും ഭയങ്കര ഫാനാണ് ലാലേട്ടൻ ഫാനാണ് പിന്നെ മമ്മൂട്ടിയുടെ പടങ്ങൾ കാണിച്ചു തരില്ല ധ്രുവാണ് ആകെപ്പാടെ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമ തിയേറ്ററിൽ പോയിട്ട് മമ്മൂട്ടി മോഹൻലാലൊന്നുമില്ല മോഹൻലാലിന്റെ പടങ്ങളെല്ലാം കാണും മമ്മൂട്ടിയുടെ പടങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് കാണുള്ളൂ മാത്രം അപ്പോൾ മോഹൻലാൽ മരിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതെ നരൻ സിനിമ അയ്യോ അത് നരൻ സിനിമ പിന്നെ ഇഷ്ടമില്ല അത്രയ്ക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങനെയുള്ള സിനിമകൾ അല്ലേ ഒന്നും അങ്ങോട്ട് സ്പിരിറ്റ് അതൊക്കെ രസമായിരുന്നു കാണാൻ കണ്ട വെള്ളം സിനിമ പാട്ടിന് വെള്ളം വരും ഇതിൽ വെള്ളം വരുന്നുണ്ടാ ചെറുതായിട്ട് വെള്ളം വരുന്നു ഇറച്ചിയിലത്തെ വെള്ളമാണ് വരുന്നത് പിന്നെ മോഹൻലാൽ പറയണത് ഇതിലത്തെ ഈ നാളികേരത്തിലത്തെ എണ്ണയും ഇതിലത്തെ ഞാൻ ഒരു വട്ടം പറഞ്ഞു അല്ല അത് വരുന്നു
അത് ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളം വറ്റി കഴിയുമ്പോഴാണ് ആ എണ്ണ അങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരാൻ. ഇത് വേവട്ടെ, ഇത് പെട്ടെന്ന് ആവും, കുഞ്ഞു കുഞ്ഞു പീസുകളല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തേ അപ്പോൾ ഈ ഇവിടെ ഒക്കെ മോഹൻലാൽ ഫാൻസാണ് നമ്മുടെ അവിടെ. ചേട്ടനാരുടെ ഫാനാ? മോഹൻലാല് എല്ലാവരും. മണികണ്ഠൻ മാത്രം ഇവിടെ മമ്മൂട്ടിയുടെ ആളല്ലോ. അയ്യോ അപ്പൊ അതിനെ വധിക്കും എല്ലാവരും കൂടി അല്ലേ. പിന്നെയുള്ളത് ബാലൻ ചേട്ടല്ലേ, കൊല്ലാമ്പന്റെ ബാലൻ ചേട്ടൻ, ആള് മമ്മൂട്ടിയുടെ ഫാനാണ്. മോഹൻലാലിന് ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, തീരെ പെടുത്തില്ലേ മമ്മൂട്ടിയുടെ ന്യൂഡൽഹി. മമ്മൂട്ടിയുടെ ടൈമിൽ ഡൗൺ ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ ന്യൂഡൽഹി സിനിമ ഇറങ്ങിയപ്പോഴാണ് പിന്നെ മമ്മൂട്ടി കയറിയത്. അതുവരെ മമ്മൂട്ടി ഒന്ന് ഡൗൺ ആയി പോയി. അങ്ങനെ ഇരിക്കുക മമ്മൂട്ടീനെ ഭയങ്കരമായിട്ട് ആ ബാലൻചേട്ടൻ എനിക്ക് ഓർമ്മയുണ്ടാകുന്ന ന്യൂഡൽഹി സിനിമ കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ മുറ്റത്ത് വന്നിട്ട് വർത്തമാനം പറഞ്ഞത് ഭയങ്കര ഗംഭീര സിനിമയാണ് കേട്ടോ. ന്യൂഡൽഹി അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് സാധനം തന്നെയായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തായിരുന്നു പടം. അങ്ങനെ ഇരിക്കുക അപ്പോൾ മോഹൻലാലിനെ കുറ്റം പറയും. മോഹൻലാലൊക്കെ എന്തിട്ട് അങ്ങനെ പറയും, ഒരു ഇതില്ല, ശരീരം തന്നെ നോക്കാം, അങ്ങനെ കുറേ ഇതില്ല. അങ്ങനെ ഇരിക്കുക ആള് പാലക്കാട് അവിടെയാണ് പോയി വരുമ്പോൾ മോഹൻലാലിൻ്റെ അവിടെ ഷൂട്ടിങ്, അവിടെ സിനിമയുടെ ഷൂട്ടിങ് എന്തുകൊണ്ടുണ്ടായിരുന്നു അന്ന് പാലക്കാട് എവിടെയാണാവോ. അന്നാൾ മോഹൻലാലിൻ്റെ എല്ലായിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ മോഹൻലാലിനോട് ഭയങ്കര ഇഷ്ടമായി. എന്തൊരു നല്ല സൗമ്യനായിട്ടുള്ള ഭയങ്കര രസം എന്ന് വർത്താനം പറഞ്ഞപ്പോൾ. രാജേഷ് കണ്ടു 2 മണിക്കൂർ സംസാരിച്ചു. അങ്ങനെയുണ്ട്. അപ്പൊ അല്ലാന്ന് അപ്പൊ സംസാരിച്ചപ്പോ പിന്നെ ആൾക്ക് അല്ലാന്ന് അപ്പൊ മമ്മൂട്ടി ഭയങ്കര ഉയരത്തില്, മോഹൻലാല് ഒരു അങ്ങനത്തെ ഒരു ഇതില്ലാന്ന് ആ കാഴ്ചപ്പാട് പോയിന്ന് ഇഷ്ടായിന്ന്. അങ്ങനെ രാജേഷ് പോയിട്ടേ അവര് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ തൊടുപുഴ ഇപ്പോൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, ആ ലൊക്കേഷനിലേക്കാണ് പോയത്. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഇവർ സംസാരിക്കാതിരിക്കുന്ന ആ ഹോട്ടലിൻ്റെ അത്രയ്ക്ക് വലിയ ഹോട്ടലല്ല അത്ര. അപ്പം അതിൻ്റെ അവിടെ ഇങ്ങനെ റൂമിൽ ഒരു സെറ്റി ഉണ്ട്. ഇവർക്ക് മോഹൻലാലും പിന്നെ ഇവർ വന്ന 4 പേരും ഉണ്ട്. അപ്പോൾ ഇത്ര പേർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ, അപ്പോൾ ഇവരോട് പറഞ്ഞു ആള് അയ്യോ നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാൻ ഇവിടെ സ്ഥലമില്ലാലോ, നമുക്ക് നിലത്തിരുന്നാലോ എന്ന് പറഞ്ഞിട്ട് ആള് ചമ്മളം വഴി നിലത്തിരുന്നു. ആദ്യം തന്നെ ഊരൊക്കെ നിലത്തിരുന്നു. 2 മണിക്കൂർ സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ മറ്റേ കംപ്ലീറ്റ് സ്പിരിച്വൽ കാര്യങ്ങൾ ആ ബുക്ക് ഉണ്ടല്ലോ, രാജേഷിന്റെ ഫ്രണ്ട് എഴുതിയേക്കണ ആ ബുക്കിനെ കുറിച്ചിട്ട് ആ ബുക്ക് ആള് വായിച്ചു. അപ്പോഴാണ് ഇവരെ വിളിച്ചേ, ഒന്ന് വരാൻ പറ്റുമോ എനിക്ക് നിങ്ങളോ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സംസാരിക്കല് കഴിഞ്ഞിട്ട് പോരുമ്പോൾ ഫോട്ടോ എടുക്കണ്ടേ. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും തോന്നാവോ വെച്ച് നിൽക്കാന്ന്. ഇത്ര പറഞ്ഞതിനേക്കാളും കണ്ടമാന സമയം സംസാരിച്ചിരുന്ന് തന്നെ പോയി. അപ്പോൾ ആളുടെ ടൈമും പോവല്ലേ വെച്ചിട്ട് ഇവരൊന്നും വേണ്ടില്ല. അപ്പോൾ ആൾ ഇങ്ങോട്ട് ചോദിച്ചു നമുക്കിനി ഒരു ഫോട്ടോ എടുത്താലോ. എന്നിട്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് ഇവരെല്ലാവരും നിന്നിട്ട് അപ്പോൾ ഇവരുടെ ഫോണിൽ എടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഫോണിൽ എടുക്കണ്ട, നല്ല ഫോണിൽ അവരെടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും, നല്ല ഫോട്ടോ അയച്ചു തരും. എന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുത്ത ആളെ മോഹൻലാൽ വിളിച്ചിട്ട് ഫോട്ടോ ഒന്ന് കിട്ടും. ഏത് ശരിയായിട്ടില്ലല്ലോ മോനെ ഫോട്ടോ, ഇതിൻ്റെ വെളിച്ചം ഇങ്ങനെയായി കാരണം നമുക്ക് ഇവിടേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ല വെളിച്ചം കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്നിട്ട് 3-4 വട്ടം എടുത്ത് ആൾക്ക് തൃപ്തിയാവണവരെ എടുപ്പിച്ചു. എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്കാണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തരും ഒറ്റയ്ക്ക് നിന്നിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരത് പറയുന്നില്ല. പക്ഷെ ആള് പറഞ്ഞു നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എടുത്താലോ ഫോട്ടോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് അങ്ങനെയാണ് ഓരോരുത്തരും അങ്ങനെ നിന്നെടുത്തു. എന്തു സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ. അയ്യോ രാജേഷ് പറഞ്ഞിട്ട് മതിയാവുണ്ടായിരുന്നില്ല. രാജേഷ് മറ്റേ ഈ ഷർഫുദ്ദീൻ സിനിമ നടല്ലേ, അവന്റെ മോശായിട്ടാ. നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കാം കേട്ടോ. എനിക്ക് ഉപ്പ് നോക്കിയേക്കാം. നല്ല നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ അതന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ ഉപ്പ് നോക്കിയോട്ടെ കേട്ടോ. അപ്പൊ ഉപ്പ് നോക്കണതിന് ചില പ്രത്യേകത കേട്ടോ. മോഹൻലാല് എന്തത് കാണിച്ചു തരാം ചേട്ടാ. ഉപ്പ് നോക്കണത് നമ്മുടെ ഇടതും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്കാണ് ഇടുന്നത്. അത് ഇഞ്ചിയാ. എന്തുട്ടായാലും ഉപ്പ് നോക്കണം. ഇത് ഇവിടെ കിട്ടൂടെ? അല്ല ഇടം കയ്യിലാക്കിട്ടാണ് ഉപ്പ് നോക്കുന്നത്. ഇപ്പൊ വായൊക്കെ പൊള്ളിയില്ലേ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അല്ല ഇങ്ങനെയാണ് ഉപ്പ് നോക്കുന്നത്. നമ്മള് വലം കയ്യിലല്ലേ ഉപ്പ് നോക്കുന്നത്. ആ നമ്മളല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഇടം കയ്യിൽ തന്നെയല്ലേ സാധനം. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് തന്നെ നമ്മുടെ കുറെ പോരായ്മകൾ മനസ്സിലാവും. ഞാൻ ഭക്ഷണം കഴിക്കണ രീതിയേ ശരിയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ നാവ് ഇങ്ങനെ ഒരു ഒറ്റ നീട്ടല്ല. ചോറുരുളൊക്കെ എന്തിട്ട് സാരായാലും കഴിക്കുമ്പോൾ നാവ് ഇങ്ങനെ നീട്ടിയിട്ട് നാവുമ്മലേക്ക് വെക്കുക, അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് തന്നെ നമ്മുടെ വീഡിയോയിൽ തുടക്കം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ മാത്രമല്ല വന്നോടുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇത് എന്തൊരു ബോറാ എൻ്റെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ. അപ്പോഴാണ് എനിക്കൊരു കമൻറ്റ് വന്നു അന്ന് 3-4 കൊല്ലം മുന്നേ. തരുന്ന ഭക്ഷണം കഴിക്കുന്നത് പല്ലി നാവ് നീട്ടിയിട്ട് മറ്റേ ഇതിന് പിടിക്കില്ലേ പ്രാണികളെ, അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അരോചകമായി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
അതിനുശേഷം ഞാനത് ശ്രദ്ധിച്ച് വായ തുറന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കലായി. അത് വീഡിയോയിൽ മാത്രം ആവുമ്പോൾ വേറെ ആരും കാണാനില്ല. നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ അങ്ങനെയായ വീഡിയോയിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ രീതി വരും. അപ്പോൾ ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെയായിരിക്കും. പിന്നെ നടത്തവും നിൽപ്പും ഒന്നും ശരിയല്ല, ഒന്നും മാറ്റാനും പറ്റില്ല. ചേട്ടൻ നോക്ക്, ഭയങ്കര ടേസ്റ്റാ. കഴിക്കി ഇത് കഴിക്കി ചിക്കൻ്റെ കഴിക്കി അങ്ങനെ കഴിച്ചോ? അതിൽ എല്ലൊന്നുമില്ല. ചൂടുള്ള കാരണം ഉപ്പ് കറക്റ്റല്ലേ? അടിപൊളി ടേസ്റ്റ് അല്ലേ? തിരുവള്ളി ഫ്രൈ ആവണ്ടല്ലേ? തിരുവള്ളി ഫ്രൈ ആവണം. കളക്ക് സാധനം അടിപൊളിയാണ്. കൈ കഴുകട്ടെ. ആഹാ, ഇതിന് ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല. സരിതാ ഇത്തിരി വെള്ളം കുടിക്കട്ടെ, ഭയങ്കര വെള്ളം ദാഹം. ഇനി ഇത് നിനക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഈ പാചകമല്ല ഇതിൽ ഈ സാധനം ഉണ്ടാക്കിയത്. വലിയ വളരെ കുറവുണ്ടാവുള്ളൂ. വാരി തിന്നാം. ഇങ്ങനത്തെ ഫ്രൈ ആവണ്. കുറച്ച് നേരം ഫ്രൈ ആയിട്ട് ഇറക്കാമല്ലോ നമുക്ക്. വെന്തുണ്ട് സാധനം. സിമ്മിലിട്. ഇല്ല ഇത് ഉണ്ടാക്കിയിട്ടില്ലേ സാധനേ? വെന്തുണ്ട്. ഇങ്ങനെ ഈ വെള്ളമല്ല എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടി കിടക്കട്ടെ അല്ലേ? അടിപൊളി സാധനം ഉണ്ട് കേട്ടോ. ഒരു പിഴവില്ല ഇതിൽ. ആർക്കും വേണമെങ്കിലും വയ്ക്കാം. വളരെ ഈസിയാണ് വയ്ക്കാൻ. ഇന്ന് ചൂടാറിട്ട് ഇങ്ങനെ ഇത്തിരി അധികം എടുത്ത് കഴിച്ചു നോക്കണം. മറ്റേ നാളികേരം ചുട്ടത് ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര അത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വയ്ക്കുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ. ഇത് തട്ടുകടലായി വെച്ച് കഴിഞ്ഞില്ലേ ഭയങ്കര മോഹൻലാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. തട്ടുകടയിൽ ഇതാണ് വെച്ച് കഴിഞ്ഞില്ലേ ആളുകൾ വന്ന് വാരി അടിക്കും ഈ സാധനം. നല്ല വില വാങ്ങിക്കേണ്ടി വരും. അധികമില്ല. ഇതിപ്പോ ഒരു പ്ലേറ്റ് കുരുമുളകിന്റെയും പെരുംജീരകത്തിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് മണം കിട്ടണത്. രഘുവിന് എന്തിട്ട് തോന്നി കഴിച്ചപ്പോ? ഇവിടെ നോക്കിയേ നോക്ക്. ജീരകം ഇട്ടിട്ടില്ലല്ലോ. പിന്നെ അവിടെ നിനക്ക് ജീരകം പെരുംജീരകാണ്. നോക്ക് സാറേ നോക്ക്. ആ മറഞ്ഞു. ഗുസ്തി മത്സരമാണ് ഇവിടെ. നോക്ക് ചെവി വിടറോളെ. ഇവറ്റങ്ങളെ കളിയാണ് ഇവിടുത്തെ ഏറ്റവും രസമായിട്ടുള്ള നേരം പോക്ക്. വേറെ ഒന്നും വേണ്ട. നമ്മൾക്കേ മനസ്സിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് വല്ല പാർക്കിലോ അല്ലെങ്കിൽ മറ്റവിടത്തൊന്നും പോയിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പുഴയുടെ തീരത്തോ കടൽ തീരത്ത് പോയിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവറ്റങ്ങൾ കളിക്കുന്നതും ഇവറ്റങ്ങളെ പിന്നിയോടെ നമ്മൾ നിരീക്ഷിച്ച് നടന്നാൽ മതി. നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. എന്താ സരിതയുടെ അഭിപ്രായം? ശരിയല്ലേ? ഒന്നും വേണ്ട ഈ രണ്ടെണ്ണം. ഞങ്ങൾ ആലോചിക്കും ഇവറ്റകൾക്ക് പ്രായമാവാണ്ടിരിക്കാൻ. ഈ പ്രായം തന്നെ മതി ഇവറ്റകൾ. രണ്ടുപേരെയും അതെ പേളിയുടെ വയറിന്റെ അടി കൂടെ ചാറിൽ നിന്നിട്ട് പേളിയുടെ രണ്ട് കാല് ബാക്കിലത്തെ പൊന്തിയിട്ട് അങ്ങനെ കാണിക്കാറുണ്ട്. അത് കാണുമ്പോ ചിരിച്ചിരിച്ചാവും. അത് കാണിക്കായി രണ്ടുപേരെന്തോ തുടങ്ങി. കഴുത്തിൽ കെട്ടി പിടിച്ചു. കഴുത്തിൽ പിടിച്ചിട്ട് ജാതി ഉമ്മ കൊടുക്കല. നമ്മുടെ ഇവിടുത്തെ പുല്ലുകള് ഈ മഴ പെയ്ത പുല്ല് വെട്ടി കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ പുല്ലുകൾ പോയി. മീനുകളൊക്കെ ഉഷാറായിട്ടാ. പക്ഷെ ഒരു വാളെ കുട്ടി ചത്തിട്ടുണ്ട്. അതിനെടുത്ത് കളയണം. ഇവരൊക്കെ അടിപൊളിയായിട്ടാ ഉഷാറായി. സാധനം വെള്ളം പറ്റി നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് മുന്നേ നമുക്ക് ആക്കണമെങ്കിൽ ആക്കാട്ടെ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ജഗ്ഗു 3 പീസാ കഴിച്ചത്. 3 പീസ് 3 ടേസ്റ്റ്. ഇങ്ങോട്ട് നീക്ക്. 5-6 ഇങ്ങനെ ഇതിലേക്ക് ഇട്ടു. അപ്പൊ നമുക്ക് ഇതിനെടുക്കാൻ പോകണം കേട്ടോ. എന്നിട്ടും ടേസ്റ്റ് അറിയില്ല. 5-6 പീസ് കഴിച്ചിട്ടും ജഗ്ഗൂര് ടേസ്റ്റ് അറിഞ്ഞിട്ടില്ലേ? സൂപ്പർ സാധനം കേട്ടത്. സൂപ്പർ സാധന. ചൂടാറി കഴിഞ്ഞിട്ട് ചൂടാറിട്ട് കഴിഞ്ഞിട്ട് കഴിക്കാറാ. നമ്മുടെ കൂടാരത്തിൽ നമ്മൾ ലൈറ്റ് വെച്ചു, ഒരു ഫാനും വെച്ചിട്ടാ. അപ്പോൾ നല്ല സുഖമായി ഇവിടെ ഈ വൈകുന്നേര സമയത്ത്.
ഈ ഒരു ഫാനും രണ്ട് ഈ കുഞ്ഞു ഫാൻ വാങ്ങിയതല്ല കേട്ടാ. ഫാൻ നമ്മൾ ടെറസിന്റെ മുകളിൽ ഷീറ്റ് അടിച്ചപ്പോ അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പക്ഷെ നമ്മളാ മുകളിൽ ചെന്നിരിക്കാറുമില്ല. ഭയങ്കര ചൂടുള്ള സമയത്തൊക്കെ ഇരുന്നാൽ തന്നെ ഭയങ്കര ചൂടുകാറ്റ വരെ ഈ ഫാൻ ഇടുമ്പോ. അപ്പൊ നമ്മളത് ഇടാറില്ലേ വെറുതെ. ആ ഫാൻ ഊരിയിട്ട് ഇവിടെ കൊണ്ടിട്ടു. അത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ അടുക്കളേരെ അവിടെ നിങ്ങോട്ട് കറണ്ട് വലിച്ചിട്ട് ഇതിൽ 3 ലൈറ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ ഇരുന്ന് എടുക്കാലോ. കഴിക്കാം. ഇത് ഞാൻ നിങ്ങളുടെ വായിൽ കാരി തരണ്ടായിരുന്നു. വായിലിട്ട് തരണ്ട. ചേട്ടൻ കഴിച്ചോ? ഓ, വളരെ പെട്ടെന്ന് തീരുന്ന സാധനമാണിത്. വായിലുണ്ടാവോ? ആ, എനിക്ക് നാളികേരം എങ്ങനെയുണ്ടെന്ന് അറിയാമായിരുന്നു. രസല്ലേ? ഒരാൾക്ക് ആ പാത്രത്തിലിരിക്കുന്നത് മുഴുവൻ ഇരുന്ന് വെറുതെ ഇരുന്ന് കഴിക്കാം. ഇതൊന്നും കളയണ്ട, എല്ലാം ചതച്ചിട്ടാണ് പറഞ്ഞോണ്ടേ. വേപ്പിലടക്കം വേസ്റ്റ് ഒന്നുമില്ല, വരില്ല അല്ലേ? കോഴിയിൽ എല്ലുണ്ടെങ്കിൽ മാത്രം അത് മാത്രമേ വേശുള്ളൂ. അതിനായിട്ട് ചാലും പേളിയും അപ്പുറത്തപ്പുറത്തും നിൽക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമായാ? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി, വലിയവർക്കും ഇഷ്ടമായി. എല്ലില്ലാത്താണെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരി നമ്മുടെ അസംഗൻ എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആളല്ലേ? ആ, ഈ വീക്കെൻഡിൽ ഇത് ചെയ്യണം, ടച്ചിങ്സിനുള്ളതായി കണ്ട് കമന്റ് ഇടാറുള്ള ആള്. ആളെപ്പോ കാണാറില്ല അല്ലേ? നമോവാകം. തിരക്കില്ലാന്നുണ്ട് ഇങ്ങനെ നോക്കിയാ ഇങ്ങനെ എടുത്തത്. ആളിത് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ സാധനമാണ്. ഈ വീക്കെൻഡിൽ ചെയ്തോ ടച്ചിങ്സിന്. കൊപ്പറ മൂത്താണ് കുഴപ്പമില്ല. രസമുണ്ട് കഴിക്കാൻ. മറ്റേ സാധാ നാളികേരാണെങ്കിൽ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. അടിപൊളി സാധനം കേട്ടാ. നിർത്താം. അപ്പൊ ലാലേട്ടനോട് നിങ്ങോട്ട് പറഞ്ഞാൽ ഈ സാധനം അടിപൊളിയാന്ന് കേട്ടാ. ആരോടാ പറയണേ? പ്രേക്ഷകർ കാണാനേ പറഞ്ഞത് അജും സരിതയും ലാലേട്ടൻ്റെ പാചകം വെച്ച് കൊളാക്കിയെന്ന് ഒരിക്കലും പറയില്ല. അടിപൊളി സാധനം കേട്ടാ. ധൈര്യമായിട്ട് വെച്ചോ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.